ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ് അല്ലെങ്കിൽ ഓർഡർ ഇടുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ്, അതെല്ലാം ലെറ്റേഴ്സ് വഴിയോ സർക്കുലർ വഴിയോ മാനുവൽസ് വഴിയോ റിപ്പോർട്ട്സ് ആയിട്ടോ ഓഫീസ് മെമ്മോസ് ആയിട്ടോ ബുള്ളറ്റിൻസ് ആയിട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന. ഇറ്റ് ഈസ് എ ഫോർമൽ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഈസ് ലെസ് ഫ്ലെക്സിബിൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ റിട്ടൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതെന്താണായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. വളരെ ഔദ്യോഗികമായിട്ടാണ് അത് നമുക്ക് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഫോർമൽ മെത്തേഡാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ റിട്ടൺ ഡോക്യുമെൻ്റ് എപ്പോഴും എന്താണ്? ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്ന ഒരു പെർമനൻറ്റ് റെക്കോർഡ് കൂടിയായി മാറുകയാണ് ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. റിട്ടൺ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കും. മെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് വെബ്സൈറ്റ്സിലെ ലെറ്റേഴ്സ്, പ്രപ്പോസൽസ്, ടെലഗ്രാംസ്, ഫാക്സ്, പോസ്റ്റ് കാർഡ്, കോൺട്രാക്റ്റുകൾ, ഇതെല്ലാം ഇതിൻ്റെ പല രൂപങ്ങളാണ്. ഇനി ഏതൊക്കെ തരത്തിലാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ. അതൊന്നുകൂടി ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ലെറ്റേഴ്സാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ലെറ്റേഴ്സ് നമുക്കറിയാലോ, ഏറ്റവും കൂടുതലായിട്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് ലെറ്റേഴ്സ് ത്രൂ ആണ്, എഴുത്തുകൾ മുഖാന്തരമാണ്. അത് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ലെറ്റേഴ്സ് തന്നെ മെയിലായിട്ടോ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ കൊറിയറോ അല്ലെങ്കിൽ ഹാൻഡ് ഡെലിവറി ആയിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് മെമ്മോ എന്ന് പറയുന്നത്. മെമ്മോ എന്ന് പറയുന്നത് മെമ്മോറാണ്ടത്തിൻ്റെ ഒരു ഷോർട്ടായിട്ട് പറയുന്ന ഒരു ഫോമാണത്. അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള മെസ്സേജസ് ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് അവരുടെ ഡെയിലി വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ ഇൻഫോർമലി കൊടുക്കുന്നതിന് വേണ്ടിയാണ് മെമ്മോസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും മെമ്മോയിൽ ഒരു നിർദ്ദേശമായിരിക്കും ഉണ്ടായിരിക്കുക. മെമ്മോസിൽ എപ്പോഴും ഒരു നിർദ്ദേശം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എപ്പോഴും മെമ്മോസിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി ഇത് സാധാരണയായിട്ട് സ്മോൾ ആൻഡ് യൂസ്ഡ് ഫോർ ബ്രീഫ് മെസ്സേജസ്. മെമ്മോ എപ്പോഴും എങ്ങനെയാണ്? വളരെ സ്മോൾ ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നത്, അല്ലെങ്കിൽ ബ്രീഫ് ആയിട്ടുള്ളൊരു മെസ്സേജ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു മെമ്മോ കൊടുക്കുമ്പോൾ ആ കമ്പനിയുടെ പേര് ഏറ്റവും ടോപ്പിലുണ്ടായിരിക്കും. പിന്നെ അതിന് ഡേറ്റും അതേപോലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, ആർക്കാണ് അത് റിസീവ് ചെയ്യേണ്ട ആളുടെ നെയിമും ഡിപ്പാർട്ട്മെൻറ്റും, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെമ്മോയിൽ ഉണ്ടായിരിക്കുക. പിന്നെ മൂന്നാമത്താണ് നോട്ടീസ് എന്ന് പറയുന്നത്. നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നോട്ടീസ് യൂസ് ചെയ്യുന്നത്. ഒരു കോമൺ മെത്തേഡ് തന്നെയാണ്. ഒരു മാസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ എല്ലാവരിലും എത്താൻ വേണ്ടി കൊടുക്കുന്നതാണ് നോട്ടീസ് എന്ന് പറയുന്നത്. നോട്ടീസും അത് സാധാരണ പോലെ തന്നെ വളരെ ഷോർട്ടായിരിക്കും. ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിരിക്കും. ആൻഡ് ടൈപ്പ് ഈസ് എ ലാർജ് വെൽ സ്പേസ്ഡ് ഫോർ ഈസി റീഡിങ്. കുറച്ച് വലിയ അക്ഷരത്തിൽ വലിയതായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും നോട്ടീസിലുണ്ടാവില്ല. മെയിൻ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കണമെങ്കിലൊക്കെയാണ് നോട്ടീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തൊരു ഫോമാണ് സർക്കുലർ എന്ന് പറയുന്നത്. സർക്കുലർ എന്ന് പറയുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും, ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കാം, ഓർഡർ ഉണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കുലറുകൾ ഇറക്കുന്നത്. അതിൽ നമ്പർ ഉണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് റെഫറൻസ്. ആ സർക്കുലറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു സർക്കുലർ നമ്പർ ഉണ്ടാവും. ഡേറ്റ് ഫോർ റെഫറൻസിന് വേണ്ടിയുള്ള ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് അത് ആരാണോ സൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇഷ്യൂയിങ് ഓഫീസ് അവരുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ സർക്കുലറൊക്കെ ഇഷ്യൂ ചെയ്യുക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെയാണ്. യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ കൗൺസിൽസ്, അല്ലെങ്കിൽ ഹെഡ് ഓഫീസുകൾ, അങ്ങനെയൊക്കെയുള്ള ഭാഗത്തു നിന്ന് വരുന്നതാണ് സർക്കുലർ എന്ന് പറയുന്നത്. പിന്നെ റിപ്പോർട്ടാണ് അടുത്തൊരു റിട്ടൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. റിപ്പോർട്ട് നമുക്കറിയാം, അതൊരു ഡോക്യുമെൻ്റ് ആണ്. ഓരോ വ്യക്തികളും പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? ഒരു കമ്മിറ്റിക്ക് എന്തെങ്കിലും ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്താണോ ഉള്ളത് അതിൻ്റെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അയക്കുന്നതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും നല്ലൊരു കെയർഫുൾ റിസർച്ചിൽ ആവശ്യമാണ്. ഡാറ്റ കളക്ഷൻ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത്. കൺക്ലൂഷൻ ഉണ്ടാവും, റെക്കമെൻഡേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിട്ട് അതിന് ഒരു ഫുൾ ബുക്കിന് ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും റിപ്പോർട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്.
മിനിറ്റ്സ് ഉണ്ടായിരിക്കും. മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ ഷോർട്ടായിട്ട് എഴുതിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ മിനിറ്റ്സ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അവരവരുടേതായ ഓരോ കൺവെൻഷൻ മെത്തേഡ് റീഡ് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനും ഡിസിഷനിൽ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ മിനിറ്റ്സ് മേ ബി റിട്ടൺ ബൈ ഹാൻഡ് ഓർ ടൈപ്ഡ് പാസ്റ്റ് ഇൻ എ മിനിറ്റ് ബുക്ക്. ഒന്നില്ലെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഫയലൊക്കെ കീപ്പ് ചെയ്യാവുന്നത്. അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് കൂടിയാണ് മിനിറ്റ്സ്. വലിയ വലിയ ചർച്ചകളൊക്കെ ഉണ്ടാവുമ്പം അതിലെടുക്കുന്ന തീരുമാനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒരു Judith has identified 4 common errors which you must avoid in order to improve your writing competency. നമ്മൾ നല്ല രീതിയിൽ അങ്ങനെ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം തെറ്റുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പം അതിൽ അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ട് ഈ 4 കാര്യങ്ങൾ ഒഴിവാക്കിയേ മതിയാവുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് എന്ത് റിട്ടേൺ ആയിട്ട് ഒരു മെസ്സേജ് കൺവേ ചെയ്യുമ്പോഴും ഒരാൾക്ക് കൺഫ്യൂഷൻ വരുന്നതായിട്ടുള്ള ഭാഷ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മെസ്സേജ് അത് കൃത്യമായിട്ട് അവർക്ക് കൂടി മനസ്സിലാവുന്നതും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും വായിക്കുന്ന ആളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആവുന്ന രീതിയിലോ ഒരു വായിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലോ ഒന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യരുത്. ആംബിഗ്യൂസ് ആയത്, വേഗ് ആയത്, ട്രെൻഡി ആയിട്ടുള്ളത് എക്സാജറേറ്റ് ചെയ്യുക, ഇൻഫ്ലേറ്റ് ചെയ്യുക. ആംബിഗ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യക്തമല്ലാത്ത വാക്കുകളോ അക്ഷരങ്ങളോ മീനിങ് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിനുള്ള അനുസരിച്ചുള്ള വാക്കുകൾ, അതൊന്നും അങ്ങനത്തേലൊന്നും യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പെരുപ്പിച്ച് കാണിക്കുന്ന തരത്തിലുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അധികവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സുകളാണ് അതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലാംഗ്വേജ് അവിടെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വെർബോസിറ്റി. വെർബോസിറ്റി എന്ന് പറയുമ്പോൾ അതിഭാഷണം എന്ന് പറയും. യൂസ് ഓഫ് ടു മെനി വേർഡ്സ്, ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് തന്നെ പറയുന്ന രീതി. അങ്ങനെയാണെങ്കിലും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. കാര്യം എന്താണോ അത് കൃത്യമായി കൺവേ ചെയ്യുക. അതിനെ കൂടുതൽ ഇങ്ങനെ വെർബോസിറ്റി കാണിക്കുകയാണെങ്കിൽ അതിയായിട്ട് അതിനെക്കുറിച്ച് പറയുമ്പം അതും ഒരു മടുപ്പ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ, ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പുവർ സെൻറ്റൻസ് സ്ട്രക്ചർ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആ ഒരു ഘടന എന്ന് പറയുന്നത് അത് എപ്പോഴും നല്ല രീതിയിലുള്ള സെൻറ്റൻസ് മേക്കിംഗ് നമ്മൾ ചെയ്യാൻ നല്ലൊരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. തികച്ചും അതിനോട് യോജിക്കാത്തതോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളാത്തതോ ആയിട്ടുള്ള വാക്കുകളൊന്നും അതിൽ വെക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇൻഫർമേഷൻ ഓവർലോഡ്, കാര്യം കൃത്യമായിട്ട് അത് മാത്രം പറയാം. ഒരുപാട് ഇൻഫർമേഷൻസ് വലിച്ചു വാരി എഴുതിയിട്ട് അത് ഓവർലോഡ് ആവുമ്പോൾ അത് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ഫലം പോലും ഇല്ലാതെ ആവുന്നൊരവസ്ഥയിലേക്ക് അത് പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് ആയിട്ടൊരു കാര്യവും നമ്മൾ കൺവേ ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നല്ലൊരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഈ 4 കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ലാംഗ്വേജ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ വെർബോസിറ്റി ഇല്ലാതിരിക്കുക, പിന്നെ പുവർ സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലാതിരിക്കുക, ഇൻഫർമേഷൻ ഓവർലോഡ് ആവാതിരിക്കുക. ഇതൊക്കെയാണ് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താണെന്നുള്ളതും അതിൻ്റെ ആ ഡിഫറെൻറ്റ് ഫോംസും ഒക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇതെന്നേക്കും ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്. നമ്മൾ 2 പേര് തമ്മിൽ സംസാരിച്ചെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നാളെ വേണമെങ്കിലും മാറ്റി പറയാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം അതൊരു റിട്ടേൺ ആയിട്ട് നമ്മൾ എഴുതുമ്പം അത് എന്നേക്കും ഒരു പെർമനൻറ്റ് ഫ്യൂച്ചർ റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു എന്തെങ്കിലും കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു പെർമനൻറ്റ് റെക്കോർഡ് ആയിരിക്കുന്നതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതോറിറ്റേറ്റീവ് ഡോക്യുമെൻ്റ് ആണ്. കാരണം ഈ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്താണ് ഒരു അതോറിറ്റീനെ കാണിക്കുന്നത്. ആര് ഏത് സമയത്ത് എന്തൊക്കെ പറയുന്നത് കൃത്യമായി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നുള്ള വേറൊരു പ്രത്യേകത. വളരെ ആക്യുറസി. ഈ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ അതിൻ്റെ ഒരു ഒതൻസിറ്റിയോട് കൂടി തന്നെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് കൂടിയാണ്. ആൻഡ് ലീഗൽ ഡോക്യുമെൻ്റായി മാറുകയാണ് എപ്പോഴും. റിട്ടേൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാവുക. പിന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കുന്നത് ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അധികവും യൂസ് ചെയ്യാന്നുള്ളതാണ് പറയുക. അതേപോലെ റിപ്പിറ്റേറ്റീവ് ആയിട്ട് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കൊടുക്കുമ്പോഴൊക്കെ ഇത് ആവശ്യമാണ്.
പിന്നെ ഈസി അണ്ടർസ്റ്റാൻഡിങ്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിനേക്കാളും എഴുതി ഫലിപ്പിക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ട് ആർക്കാണോ റിസീവ് ചെയ്യുന്ന ആരാണോ അവർക്കത് കൃത്യമായിട്ട് അത് വായിച്ച് ഒന്നുകൂടിയിട്ട് ഇപ്പോൾ ഒരു തവണ കേട്ടാൽ ചിലപ്പോൾ മറന്നുപോയി എന്ന് വരാം. അതേസമയം റിട്ടേൺ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വായിച്ച് മനസ്സിലാക്കാൻ കൂടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ട് ഓരോ വ്യക്തികൾക്കും ഒരു സ്ഥാപനം ആവുമ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും ഇത്തരത്തിൽ റിട്ടേൺ ആയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ അവരുടെ ഓരോ അധികാരവും റെസ്പോൺസിബിലിറ്റീസും അവരെന്തൊക്കെ ചെയ്യണം ചെയ്യരുതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും റിട്ടേൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചെറിയ ചെറിയ മെസ്സേജ് ആവണേക്കാട്ടിലും കുറച്ചും കൂടി ലോങ് മെസ്സേജസിനൊക്കെയാണ് ഇത് കുറച്ചും കൂടിയിട്ട് സ്യൂട്ടബിൾ ആവുക. കാരണം ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലോ ഒരു ജോബിനെ കുറിച്ച് അറിയാൻ ഒരു ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അധികവും ഇറ്റ് ക്യാൻ ബി സെൻഡ് ടു മെനി പേഴ്സൺസ് അറ്റ് എ ടൈം. അതേപോലെ ഇങ്ങനെ റിട്ടേൺ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്താൽ എല്ലാവർക്കും അറ്റ് എ ടൈം തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനും കൂടി പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ലെസ് പോസിബിലിറ്റി ഓഫ് ഡിസ്റ്റോർഷൻ, തടസ്സം ഉണ്ടാവുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനൊക്കെ നല്ല റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം നമ്മൾ ഓറലി പറയുന്ന സമയത്ത് ചിലപ്പോൾ ഫോണിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ലൈനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞു എന്ന് വരാം. പക്ഷേ റിട്ടേൺ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ വളരെ ക്ലിയർ ആയിട്ട് ഒരു തടസ്സവും ഇല്ലാതെ തന്നെ തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഡെവലപ്സ് കോൺഫിഡൻസ്, റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കിട്ടുമ്പോൾ എന്താ അറിയോ ഓരോ ആളുകൾക്കും അവരുടെ മൈൻഡിലൊരു കോൺഫിഡൻസ് കൂടിയാണ് കൃത്യമായി വായിച്ച് മനസ്സിലാവുക എന്നുള്ളതുകൊണ്ടും. കാരണം ഒരു പെർമനൻറ്റ് നേച്ചറിൽ എന്നും എടുത്തു വയ്ക്കാൻ പറ്റുന്നതും അപ്പോൾ ആ എംപ്ലോയീസിനെ കൂടുതൽ വർക്ക് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒക്കെ ഒരു കോൺഫിഡൻസ് അവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഗുഡ് വിൽ ആൻഡ് ഇമേജ് ബിൽഡിംഗ് ആണ്. നല്ലൊരു ഡോക്യുമെൻറ്റ്സ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ കമ്പനിയുടെ ആ ഒരു ഗുഡ് വില്ലിനെയും അതിൻ്റെ ഒരു ഇമേജിനെയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഒരു നല്ല റിട്ടേൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു കമ്പനിക്ക് അതിൻ്റെ ഗുഡ് വില്ല് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇങ്ങനെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നമ്മൾ കുറേ ഗുണങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പോരായ്മകളും കൂടി ഇടയിലുണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വിശദമായിട്ട് എഴുതി ഉണ്ടാക്കുക എന്ന് പറയുമ്പം അതിന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ കൺവേ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത് സാധ്യമായിക്കൊള്ളുന്നില്ല. ലെറ്റർ എഴുതാനും അത് ഓർഡറൊക്കെ ടൈപ്പ് ചെയ്യാനും നോട്ടീസ് അടിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ അധികം സമയം വേണ്ടതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ അത് സ്യൂട്ടബിൾ അല്ല. പിന്നെ ഇങ്ങനെ കൃത്യമായി ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് ഒരുപാട് സമയവും പൈസയൊക്കെ ചിലവ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. പിന്നെ റിട്ടേൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒന്നും ഒളിച്ചു വെക്കാനില്ല. കാരണം അത് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു സീക്രസി ഒന്നും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ഒന്നും കിട്ടുന്നില്ല. ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെറ്റർ നമ്മൾ അയക്കുന്ന ആ സ്പോട്ടിൽ തന്നെ അതിനുള്ള റെസ്പോൺസ് അവിടെ കിട്ടുന്നില്ലല്ലോ ആ സമയത്ത് തന്നെ. കാരണം അത് ഏത് മാർഗത്തിലാണോ ആ റിസീവറുടെ കയ്യിലെത്തുന്നത് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫീഡ്ബാക്ക് ലാഗ് ആവുന്നതൊക്കെ. ഓക്കെ, നമ്മളിപ്പോൾ നേരിട്ടാണ് ഓറലി അല്ലെങ്കിൽ വെർബലി ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിന് നമുക്ക് ഫീഡ്ബാക്കൊക്കെ കളക്ട് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ലെസ് ഫ്ലെക്സിബിൾ, അതായത് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താനൊന്നും പറ്റില്ല. റിട്ടേൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിനനുസരിച്ച് അത് ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വരുമ്പം അവിടെ ഒരു വ്യക്തിയിലധിഷ്ഠിതം എന്ന് പറയാനല്ലോ ഒരു പേഴ്സണൽ ടച്ച് അവിടെ ഉണ്ടാവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ലെറ്ററിലൂടെ മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് അടുത്ത പോയിന്റിൽ പറയാം അൺസ്യൂട്ടബിൾ ഫോർ ഇലിറ്ററേറ്റ് പീപ്പിൾ. ഇങ്ങനെ എല്ലാ കാര്യവും റിട്ടേൺ ആയിട്ട് ചെയ്യുമ്പോൾ എഴുത്തും വായനയും അറിയാത്ത ആളുകളെ സംബന്ധിച്ചോളം പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഒരു തടസ്സമായിട്ട് മാറാറുണ്ട് എന്നുള്ളതും കൂടി വേറൊരു പോരായ്മയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും ആ റിട്ടേൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അതേപോലെ നല്ലൊരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ കോമ്പിറ്റൻ്റ് ആവണമെങ്കിൽ പ്രധാനമായി ഒഴിവാക്കേണ്ട 4 കാര്യങ്ങളുണ്ട് ഇതിൽ. അതേപോലെ തന്നെ ഇങ്ങനെ റിട്ടേൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, അതേപോലെ ലിമിറ്റേഷൻസ് എന്താണ്, അതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണ്. അപ്പോൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ മാത്രമായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ മതി. അത് നമ്മൾ സമയത്തിനനുസരിച്ച് തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും തന്നെയാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്